ഹായ് ഹലോ. രാവിലെ ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ എണീക്കാനൊക്കെ നല്ല മടിയാണ്. പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് എണീക്കുന്ന ഒരു സമയമായതുകൊണ്ട് ഓൾറെഡി തനിയെ എണീച്ച് പോകും കേട്ടോ. പിന്നെ നമ്മൾ അടുക്കളയിൽ കയറി അങ്ങോട്ട് ചെയ്യും എല്ലാ പണികളും. അപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് സൂര്യൻ ദാ എത്തി നോക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിൽ പോകാൻ റെഡിയായി ഇറങ്ങി കഴിഞ്ഞു. നടക്ക്. നിന്നെ കൊണ്ടുപോയില്ല കുട്ടിപ്പിടുത്തക്കാർ? നിന്നെ കസ്റ്റ് പിടിച്ചുകൊണ്ട് പോവാ. കിട്ടുന്ന സമയം അപ്പൂസ് തുമ്പീനെ എങ്ങനെ കരയിപ്പിക്കാമെന്ന് നോക്കണം കേട്ടോ. വെറുതെ അവളങ്ങനെ ഈങ്ങി പറയിപ്പിക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ ഒരു ഹോബിയാണത്. അപ്പോൾ അവളങ്ങനെ വെറുതെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ അവളനുസരിച്ച് തുള്ളാൻ നിൽക്കും. ഇന്ന് പക്ഷേ അവൾ വലിയ കുഴപ്പമില്ല, ആൾ കുറച്ച് ഹാപ്പിയിലാണ്. അല്ലെങ്കിൽ അവൻ കളിയാക്കുന്നതിനനുസരിച്ച് അവൾ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇത് തിരുത്താൻ തന്നെ നമുക്ക് സമയം ഉണ്ടാവും. എല്ലാവർക്കും അങ്ങനെ തന്നെയാവും ചെറിയ കുട്ടികളുള്ളവർക്കെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു തെളിഞ്ഞ കാലാവസ്ഥയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്, പക്ഷേ തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് കേട്ടോ. ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് അങ്ങോട്ട് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് വണ്ടി വരുന്നിടത്തേക്ക് ചെല്ലാൻ. അപ്പോൾ റോട്ടിലോട്ട് കയറുകയാണ്. അപ്പോൾ അത് ആപ്പൂസും തുമ്പും ഞങ്ങളെല്ലാവരും കൂടെ ചെറുതായിട്ടൊരു സെൽഫിയൊക്കെ എടുത്ത് കളിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് അവർ രണ്ടുപേരും ഓക്കെ ആയിട്ട് നിന്നതൊക്കെ തരുന്നുണ്ട്. ബൈ. ലോട്ട് കയറി കഴിഞ്ഞ് താമസക്കാരൻ്റെ ചായക്കടയാണ്. ചായക്കട മാത്രമല്ല പച്ചക്കറികളും പലചരക്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. രാവിലെ അവിടെ നല്ലൊരു തിരക്കാണ്. ചായയും ഇഡ്ഡലിയും കഴിക്കാനായിട്ട് ദൂരത്തുനിന്ന് പോലും ആളുകൾ വന്നിട്ട് അവിടെ വന്നിട്ടാണ് കഴിക്കാൻ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചായയും ഇഡ്ഡലിയൊക്കെയാണ്. അപ്പോൾ തുമ്പിക്കുട്ടി ഞാനും കൂടെ അപ്പൂസിനെയൊക്കെ കൊണ്ട് ആക്കിയതിന് ശേഷം തിരിച്ചു പോരുകയാണ് കേട്ടോ. തുമ്പിക്കുട്ടി ഭയങ്കര പാട്ടിലും ഡാൻസിലൊക്കെയാണ്, നല്ല ഹാപ്പിയിലാണ് ആൾ. അതുകൊണ്ടിന്ന് നല്ല മൂഡിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പൂനെയൊക്കെ കൊണ്ടാക്കി താഴോട്ട് ഇറങ്ങുന്ന ഡാൻസൊക്കെ പഠിക്കേണ്ട ആൾ അതിൻ്റെ സ്റ്റെപ്പൊക്കെ കളിച്ചിട്ടാണ് വരുന്നത്. ഞാൻ വെച്ചുതരാം. ഞങ്ങൾ അപ്പൂനെ കൊണ്ടാക്കി പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് വീട്ടിലെത്തിയ സമയത്ത് ദാ മുറ്റത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് തൊപ്പിയില്ലാത്ത കിളിയും മണ്ണാത്തി കിളിയും കൂടെ വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തൊക്കെ കൊടുക്കേണ്ടത്, എന്നാലും നല്ല സഹകരണത്തോടെയാണ് പാത്രത്തിൽ നിന്ന് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം ആസ്വദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഫോളോ ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.